ലിജോ നമ്മളോട് കൂടി വീണ്ടും ചേരുന്നുണ്ട്. ഫർസാനയുടെ ഖബറടക്കം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് ഇപ്പോൾ അവിടെ ലിജോ, ഇപ്പോൾ ഖബറടക്കം കഴിയാറായോ? എന്താണ് അവിടുത്തെ അവസ്ഥ? എന്താണ്? സൈഫെ, ഈ ഖബറടക്ക ചടങ്ങുകൾ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഒട്ടും ഇവിടെ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്തൊരു കാഴ്ചയാണ്. കാര്യം, ഈ തളർന്നിരിക്കുന്ന പിതാവിനോട് ആ അഫാൻ ചെയ്ത ക്രൂരതയ്ക്ക് എങ്ങനെ മറുപടി പറയും എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. കഴിഞ്ഞ ദിവസം വരെ രാവിലെ മകളെ കണ്ടിട്ട് ജോലിക്ക് പോയ പിതാവിന് ആ ജീവനില്ലാത്ത മൃതദേഹം കാണേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ എന്ന് പറയുന്നത് എത്രത്തോളം വിഷമമുണ്ടാക്കുന്നു എന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാനാവില്ല. കാരണം അല്പസമയം മുമ്പ്, അതായത് ഈ ഖബറടക്കുന്ന സമയത്ത് അവസാനമായി ആ ഖബറിലേക്ക് 3 പിടി മണ്ണ് വാരിയിടാനായി പിതാവ്, അതായത് ഒന്നും പറയാതെ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ ആകെ വിറങ്ങലിച്ച് വന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അത് നമുക്ക് എത്രത്തോളം അത് നമുക്കൊട്ടും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. 22 വർഷം താൻ ഒരു കിളി തൻ്റെ ചിറകിൽ മറവിലണച്ച് തൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്നത് പോലെ കൊണ്ട് നടന്ന ഒരു മകളെ ഒരു ദിവസം കൊണ്ട് ഒരു ക്രൂരനാൽ കൊല ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഒരു കുടുംബത്തിനും ഒരു പിതാവിനും അത് ഒട്ടും താങ്ങാൻ കഴിയാത്തൊരു കാര്യമാണ്. നമ്മളെ ബന്ധുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏറ്റവും അധികം ആ ബന്ധമുണ്ടായിരുന്നതും ആ പിതാവിനോട് തന്നെയായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആ പിതാവിനെ ഇത്രത്തോളം വിഷമപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഫർസാന എപ്പോഴും പിതാവിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അത്രത്തോളം സ്നേഹത്തോടു കൂടി ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ആ ഒരു ക്രൂരനാൽ ഇത്തരത്തിൽ മകൾക്ക് ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ പിതാവ് ആദ്യം തളർന്നു വീഴുകയാണ് ചെയ്തത്. അവിടെ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം വീട്ടിൽ നിന്നും ഈ മൃതദേഹം ഖബർസ്ഥാനിലേക്ക് എടുക്കുന്ന സമയത്ത് വീണ്ടും അദ്ദേഹത്തിന് ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ടായി. അവിടെ നിന്ന് പല ആളുകൾ ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ പള്ളിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പള്ളിയിൽ എത്തിച്ചിരുന്നു. തൻ്റെ ആഗ്രഹപ്രകാരം അവസാനം മകളുടെ ഈ ഖബറിലേക്ക് 3 പിടി മണ്ണ് എടുത്തിടാനായി, അതായത് പലരുടെ സഹായത്തോടുകൂടെ വന്ന് കണ്ണ് നിറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല, പക്ഷേ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. തൻ്റെ വേദനയും വിഷമവും എല്ലാം മനസ്സിൽ അടക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു പിതാവിൻ്റെ ഒപ്പം തന്നെ കരഞ്ഞുകൊണ്ടെത്തുന്ന സഹോദരൻ്റെ ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് വളരെയധികം വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. 6 പേരെ ക്രൂരമായി കൊല ചെയ്യാനായി തയ്യാറെടുക്കുന്നു. അതിൽ 5 പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. ഒരു കുടുംബത്തിലെ 4 പേരും ഒപ്പം തന്നെ ആ ഫർസാനയ്ക്കും ജീവൻ നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വിഷമകരമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോൾ ഈ പോലീസിനോട് പ്രതി പറഞ്ഞത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഏകദേശം 4 മണിയോട് കൂടെയാണ് ഈ ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏകദേശം 24 മണിക്കൂർ പൂർത്തിയാകുന്ന സമയത്ത് ആ ഖബറടക്കം ഉൾപ്പെടെ കഴിഞ്ഞിരിക്കുന്നു. അതായത് ഒരു ദിവസം, അത് കഴിഞ്ഞ ദിവസമൊക്കെ വീട്ടിൽ ഒരു 3 മണി സമയം വരെയൊക്കെ സന്തോഷത്തോടു കൂടെ ഉണ്ടായിരുന്ന ഫർസാന ഇപ്പോൾ ഇതാ ജീവനറ്റ മൃതദേഹം ഖബറടക്കിയിരിക്കുന്നുള്ളത് തന്നെയാണ് ഏറ്റവും വേദനപ്പെടുത്തുന്ന കാര്യം. സൈഫ്. അതെ, ലിജു ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക്, കാണുന്ന ആൾക്കാർക്ക് മനുഷ്യൻ്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവമാണ്. നമുക്ക് വേദന തോന്നുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇപ്പോൾ രക്ഷിതാവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, പിതാവിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ മരണ വാർത്ത അറിഞ്ഞിട്ട് അദ്ദേഹം ബോധം കെട്ട് വീണു. 22 വയസ്സ്, ഇപ്പോൾ ലിജോ സൂചിപ്പിച്ച പോലെ തന്നെ 22 വയസ്സ് വരെ വളർത്തി വലുതാക്കിയ മകൾ ഇഷ്ടങ്ങൾക്കൊന്നും എതിരല്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ദാരുണമായ അന്ത്യം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മനുഷ്യനും ആ കുടുംബത്തിനും ഒന്നും അത് താങ്ങാനുള്ള ആ ഒരു കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയില്ല. കാരണം അത് ഇല്ല എന്നുള്ളത് തെളിയിക്കുന്നതായിരുന്നു ഇന്നലെ കുഴഞ്ഞ് വീണത്. എന്തായാലും ഇന്നലെ വൈകുന്നേരം ഈ സമയം വരെയൊക്കെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടി ഇപ്പോൾ ഖബറിലേക്ക് പോയിരിക്കുന്നു. അങ്ങനെ ദാരുണമായ കാഴ്ച നമ്മൾ കാണുന്നു.